നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയ്ക്ക് ശ്രദ്ധേയമായ ഒട്ടേറെ വേഷങ്ങൾ സമ്മാനിച്ച, എന്നാൽ ഏകാന്തതയുടെ തനതായിട്ടുള്ള വഴിത്താരയിൽപ്പെട്ട് ഒരുപക്ഷെ വാർത്താമാധ്യമങ്ങളിൽ സ്ഥാനം പിടിച്ച TP മാധവൻ്റെ ജീവിത വഴിത്താരയിലെ ശരിയും തെറ്റും ഈ എപ്പിസോഡിലും അപഗ്രഥനം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ച സംഭാഷണത്തിൻ്റെ രണ്ടാം ഭാഗം ഇന്ന്. 600ഓളം സിനിമകൾ. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ 18 വയസ്സ് മുതൽ സിനിമയിലെത്താൻ ആഗ്രഹിച്ചു, പക്ഷേ എത്തിപ്പെട്ടത് 40-ലാണ്. 40 എത്തിപ്പെട്ടെങ്കിലും താങ്കൾ 18 മുതൽ അഭിനയിക്കാൻ കാത്തിരുന്ന എല്ലാ മുഹൂർത്തങ്ങളും താങ്കൾ അഭിനയിച്ച് തീർത്തു. തിമർത്താടി, വില്ലനായിട്ടും സഹനടനായിട്ടും സ്വഭാവ നടനായിട്ടും ഏതെല്ലാം രൂപത്തിലും. I had godfathers because എന്നെ തെക്കുറിച്ച് ചേട്ടൻ അറിയുമായിരുന്നു, ബാസി ചേട്ടൻ അറിയായിരുന്നു, പ്രേംനസ്. അതിൽ വേറൊരു തമാശ എന്ന് വെച്ചാൽ എല്ലാ ഓൾ ഇന്ത്യ റേഡിയോയുടെ പ്രൊഡ്യൂസർ, ഡ്രാമ പ്രൊഡ്യൂസർ TN ഗോപിനാഥൻ നായർ, അദ്ദേഹം എൻ്റെ അമ്മാവനാണ്. അപ്പോൾ ഇദ്ദേഹം എല്ലാ ഓണക്കാലത്തും സിനിമയിലെ നടീനന്മാരെ വെച്ചൊരു ഡ്രാമ, അതിനവിടെ വന്നപ്പോൾ ഇവരെല്ലാം കൂടെ കൂട്ടത്തിൽ ഞാനും കൂടെ കൂടി. അപ്പോൾ അവർക്ക് ഗോഡ്ഫാദേഴ്സ് എന്ന സാധനമുണ്ടല്ലോ, അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട്. ഈ താങ്കൾ ഈ ബാസിച്ചേട്ടൻ, ബഹദൂർ, തിക്കുറിശി, അങ്ങനെ ഇവരൊക്കെ ആയിട്ടുള്ള താങ്കളുടെ ഒരു സല്ലാപ മുഹൂർത്തങ്ങൾ. ഞാൻ ദിവസവും മേക്കപ്പ് റൂമിലേക്കും കൊട്ടാര നായർ അവിടെ ഒരു റെവറൻ ഫാദറുടെ വേഷം കെട്ടിയത്. അപ്പോൾ ഞാൻ മേക്കപ്പ് ആൻഡ് ബോസിനോട് ചോദിച്ചു, ഇതാരാണെന്ന് ചോദിച്ചു. ഇതാണ് കൊട്ടാര കൃഷ്ണൻ നായർ. അപ്പോൾ ചെന്ന് ഞാൻ കാലിൽ തൊട്ട് കണ്ണു വെച്ചു. 3-ാം ദിവസം 2 പടം എടുക്കുക സാർ, കാമം ക്രോധം മോഹം അക്കൽഡാമ. ഈ അക്കൽഡാമയുടെ ഇതിനാണ് ചെയ്തത്. 3-ാമത്തെ ദിവസം സൂട്ടൊക്കെ ഇട്ട് ഒരു സുന്ദര സിംപ്രൻ അവിടെ ഇരിക്കുന്നു. ഞാൻ ബോസിന് ചോദിച്ചാൽ ഇതിനെ കൊട്ടാര കൃഷ്ണൻ. വേഷപ്പകർച്ചയായിട്ട് അന്തം വിട്ട് സത്യത്തിൽ ഞാൻ അപ്പോൾ അതുകൊണ്ട് എന്നും അദ്ദേഹത്തെ സ്മരിക്കും. കാരണം ഈസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, വാട്ട് എവർ ബി ഹിസ്. അത് വേറെ ഏത് സിനിമ, അതൊക്കെ നാടക നടന്മാരൊക്കെ ഇരുന്നില്ലേ. അപ്പോൾ അവർക്കൊക്കെ അന്ന് അറിയാമല്ലോ, അന്നത്തെ എന്നും പറയേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് തള്ളിപ്പറയാം, ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ്. ഈ ബാസിയൊക്കെ ഈ നർമ്മത്തിൻ്റെ അങ്ങ് തലക്കിലായിരുന്നല്ലോ. അതെ, ഒരുപക്ഷെ ജീവിതത്തിൻ്റെ നർമ്മത്തോടെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ അല്ലേ. കുറച്ച് ഗോസിപ്പുകളൊക്കെ സ്വന്തം അഴിച്ചുവിടുന്ന ആളായിരുന്നു. പക്ഷേ ബാസിച്ചേട്ടൻ ഭയങ്കര പിശുക്കനായിരുന്നു. പൈസ കളക്കില്ല. എന്നെ ഒരു ദിവസം എന്നെ വലിയ ഇഷ്ടം, ഞാൻ അടുത്ത് താമസിക്കുന്നത്. ഞാൻ ചെന്ന് പറഞ്ഞു, മണി ഞാനൊരു കാർ വാങ്ങിച്ചു, അപ്പോൾ നമുക്ക് ഡ്രൈവ് ഇൻ വുഡ്ലാൻഡ്സിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാനും കയറിയിരുന്നു. കയറിയിരുന്ന ആ ഡ്രൈവറെ സമ്മതിക്കില്ല, അവൻ ഹോൺ അടിച്ച് എന്തിനടിച്ചു ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പിശുക്കനാണല്ലോ. അങ്ങനെ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പം അവർ ഈ തൊട്ടുകൊണ്ടിരിക്കുക, ഞാനതൊക്കെ ആദ്യമായിട്ട് കാണുക. അപ്പോൾ ഇദ്ദേഹം ചെന്നിട്ട് 4 മസാല ദോശ, 4 തൈര് വട, 4. അപ്പോൾ ഞാൻ വെച്ച് രണ്ടെണ്ണമൊക്കെ ഞാൻ എങ്ങനെ കഴിക്കും മനസ്സിലാണ്. പിന്നെ ഇത് ഉപ്പുമാവ്, പിന്നെ വാഴയ്ക്കപ്പം, എന്തൊക്കെ പറഞ്ഞ ഒരു 10 എൻ്റെ എടുക്കുക. മണിക്ക് എന്ത് വേണമെന്ന്, ഇതത്ര അദ്ദേഹത്തിനോട് പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ മുഴുവൻ അടിക്കും. അയ്യോ, ഇങ്ങനെ ഇത്രയും ബാധിച്ചതിനെ പോലെ ആഹാരത്തിൽ ഒരു രക്ഷയില്ല. ഞാൻ കേട്ടത് ഒരു ദിവസം തിരുവോണത്തിന് 18 ഊണ് കഴിച്ചെന്നാണ്. 18 വീട്ടിൽ പോയി ഊണ് കഴിച്ചു. അല്ല, അതായത് സമ്മതിക്കില്ല. അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. അതാണ് ഓരോരുത്തരുടെ കാലഘട്ടം. അതേസമയം തിക്കുറിച്ചേട്ടൻ വന്നു കഴിഞ്ഞാലോ എല്ലാവരും കൂടും കേട്ടോ, എല്ലാവരും ഉണ്ടാവും. മിക്കവാറും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന ഇപ്പുറത്തിരുന്നാൽ തെക്കുറിച്ചേട്ടൻ ഇങ്ങോട്ട് തിരിഞ്ഞ് അടിക്കും. സ്ത്രീകളാരും ഇല്ലല്ലോ എന്നും പറഞ്ഞ് അതൊക്കെ അവർക്ക് പറയുന്നതിന് വേറൊരു കാര്യം അവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, അവരൊക്കെ എല്ലാ വേദവും പഠിച്ചവരാണ്. തെക്കുറിച്ചേട്ടൻ മുസ്ലിമായി ആവാൻ വേണ്ടി പൊന്നാനിപ്പം മുഴുവൻ ആഴെ പിടിച്ചോണ്ട് വന്നിട്ടില്ലേ. അപ്പോൾ അതേ എല്ലാം വായിച്ച് അവർക്ക് അങ്ങനെയുള്ള വിവരമുള്ളവരാണ്. ആ തലമുറയിൽപ്പെട്ട ആൾക്കാർ അതങ്ങനെയായിരുന്നു. അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, സത്യമാഷ് കൊട്ടാര ചേട്ടനെ മറ്റേ കുഞ്ഞാനച്ഛന് അതിൽ അഭിനയിക്കാനൊക്കെ വിളിച്ചുകൊണ്ട് ഇത് താങ്കൾക്ക് ചേർന്ന് യു ഷുഡ് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അന്നത്തെ കാലം അങ്ങനെയൊക്കെ ഉണ്ട്. മാധവചേട്ടൻ്റെ വേഷപ്പകർച്ചകളുള്ള പോവാൻ യക്ഷഗാനമാണ്. മാധവചേട്ടനെ കണ്ടെത്തിയോ? ഷീലാമ്മയുടെ ആദ്യത്തെ ഡയറക്ടറെ പിടിച്ചത് കണ്ടെത്തിയോ? താങ്കളൊക്കെ മനസ്സിലായോ? ആരാണെന്ന് മനസ്സിലായോ? വർത്താനം പറയുന്ന ആളാണ് ഷീല. ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് അത് ഭയങ്കര രസമാണ് കേട്ടോ. അതൊക്കെ സിനിമയുടെ നാടകങ്ങളാണ്. അല്ല, മൈസൂരിൽ. അപ്പം ഞാൻ സിനിമയിൽ വരുന്നേ ഉള്ളൂ. ഇൻഫാക്ട് ഇറ്റ് ക്യാൻ ഓൾസോ ബി വൺ ഓഫ് ദി പിക്ചേഴ്സ്. ഞാൻ കാറും എടുത്ത് അവിടെ പോയി. അന്ന് ഞാൻ കുറച്ച് സുമുഖനൊക്കെ ആയിരുന്നു കേട്ടോ. അത് കാണുന്നുണ്ട് സിനിമ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ ബോസ് എന്ന് പറഞ്ഞ മേക്കപ്പ് മാന എല്ലാവരും നിൽക്കുക, ദാസപ്രകാശിൽ. അപ്പോൾ ആരോ ചെന്ന് പറഞ്ഞു, മധു സാറാണ് ഹീറോ, ഷീലമ്മയുടെ ആദ്യത്തെ.
അപ്പോൾ ആരോ ചെന്ന് പറഞ്ഞ് ശീലമഴ ഇങ്ങനെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്, മധു സാറിൻ്റെ ആണ്. അപ്പോൾ അവരിറങ്ങി വന്നു. അപ്പോൾ ഞാൻ തോന്നുന്നു ഇറങ്ങി വന്ന് അവർ എൻ്റെ തലയിൽ ഇങ്ങനെ തലോടി. ആര്? ശീല. ഇത് അതൊക്കെ അതെ എല്ലാവരും കണ്ടാൽ വിട്ട് എനിക്ക് അതിൻ്റെ ഡിമാൻഡൊന്നും അറിയില്ല, എനിക്ക് അതിനൊന്നും പോട്ടെ. അപ്പോൾ എല്ലാവരും അത് കഴിഞ്ഞപ്പോഴത്തെ അവർ ഞാൻ സീൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അകത്ത് പോയി. യുവമാരെല്ലാം കൂടി എന്നെ ഒരു 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 10-50 പേര്. അപ്പോഴും ഐ ഡിഡ് നോ വൈ ഇറ്റ് ഈസ് സോ. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരായിട്ട് പറഞ്ഞ് അവന് യക്ഷഗാനത്തിൽ അഭിനയിച്ച്. ആ തലോടൽ ഇപ്പോഴും മോഹൻചേട്ടൻ മറന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ സ്ഥിരം ഞാൻ കാണുന്നത് അമ്മയുടെ സെക്രട്ടറി ആയിട്ട്, അമ്മയുടെ മെമ്പറാക്കാനായിട്ട് കണ്ടപ്പോഴേ അവരെ ഞാൻ ഓർമ്മിപ്പിച്ചപ്പോൾ മാധവൻ. എന്തായാലും 35-38 വർഷം കഴിഞ്ഞിട്ടും ആ ഒരു തലോടൽ മോഹൻചേട്ടൻ മനസ്സിൽ കൊണ്ട് നടക്കുക. ശീലതൊട്ടതട അതിനല്ല ഇപ്പോഴവരെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഷുവാസ് ആൻ ഇൻ്റലിജൻറ്റ് വുമൺ അപ്പോഴാണ് ഞാൻ മനസ്സിലായത്. സത്യത്തിൽ പറഞ്ഞില്ല, അവരുടെ പല കാര്യങ്ങളും ഇപ്പോൾ പറയുന്നില്ല അവർ. പക്ഷേ അവിടെയാണ് അവരുടെ. അപ്പോൾ അവരും നസീറും തമ്മിലുള്ള ബന്ധം 100 സിനിമ തയ്ക്കാൻ വേണ്ടി അവർ പലതും പെട്ടു. 100 ചെയ്തില്ല. പിന്നെ ഗോസിപ്പുകൾ കണ്ട്. പക്ഷെ അവർ പറഞ്ഞു നസീറിന് ഒറ്റ വാക്ക് മിണ്ടൂല. അല്ല, ഇവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ മോഹൻചേട്ടൻ അടുത്തുനിന്ന് നോക്കി കാണാറുണ്ടായിരുന്നു? കാണാൻ നമ്മൾ സിനിമ ഇടപെടാറില്ല. അയ്യോ, ഞാൻ ബോയ്. ഈ പ്രണയങ്ങളൊക്കെ നടക്കുമ്പോൾ മോഹൻചേട്ടൻ്റെ റോൾ എന്തായിരുന്നു? എനിക്കറിയുന്നുണ്ടോ അതിനെപ്പറ്റി? ഞാൻ ഇപ്പോൾ പത്രത്തിൽ വാങ്ങി നല്ല കോടമ്പുഴയുടെ കുറേ എഴുത്തുള്ളത്. കോടമ്പുഴയ്ക്ക് എഴുതി കൊടുക്കുന്നത് ബാസിച്ചേട്ടൻ. ആരാ സൂപ്പർ. കോടമ്പുഴയ്ക്ക് എഴുതി കൊടുക്കുന്ന ആരാണ്? ബാസിച്ചേട്ടൻ. ബാസിച്ചേട്ടാണ്. അത് അടൂർവാസി എഴുതുക, എഴുതി അങ്ങനെ. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. 3rd വീക്ക് ഞാൻ സിനിമയിൽ ചേർന്നേ ഉള്ളൂ. 1 മാസം കഴിഞ്ഞപ്പം മാധവൻ്റെ കാർഡിലൊരു പെണ്ണ് അടിച്ചു വിട്ടു. ആ ജനയുഗത്തിൻ്റെ ഒരു മാസിക ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇത് അന്തം വിട്ട് ഞാനും മൈൻഡ് ചെയ്യാൻ പോയില്ല. അപ്പോൾ വാസിച്ചേട്ടൻ അത് പബ്ലിസിറ്റി ആണെന്ന് വാസിച്ചേട്ടൻ എഴുതി കൊടുത്തത്. അതായത് ബാസിച്ചേട്ടൻ ഉണ്ടാക്കിയ ഈ ഗോസിപ്പുകൾ, പക്ഷേ പിന്നീട് ഈ ഗോസിപ്പുകളാണ് പിന്നെ ഈ ബോളിവുഡ് സിനിമയിൽ ഇപ്പോഴും ഉള്ളത്. അദ്ദേഹം കണ്ടെത്തിയ കാരണം ഈ വാസ് എ റൈറ്റർ. ഈസ് എ വളരെ അന്ന് ഭാഗ്യത്തിന് മുനിസിപ്പാലിറ്റി ഇലക്ഷൻ തിരുവനന്തപുരത്ത് നിന്ന് തോറ്റില്ലായിരുന്നെങ്കിൽ മൂപ്പർ അവിടെ തന്നെ എല്ലാം കൂടെ കുളമായിരുന്നു. മലയാള സിനിമയ്ക്ക് അങ്ങനെ നടന്നു. വലിയൊരു നഷ്ടം. നേരെ അദ്ദേഹം EV കൃഷ്ണപിള്ളയുടെ മകൻ എന്ന് മാത്രമല്ല, അത്രയും വിവരവും പ്രാക്ടിക്കലായിട്ടുള്ള ഇതൊക്കെ ഉള്ള മനുഷ്യനാണ്. അപ്പോൾ എങ്ങനെ പോയെന്നറിയോ? സുമാരി ചേച്ചി അങ്ങോട്ട് വിളിച്ചു, ലളിതാ പത്മിനി രാഗിണിയെ മലയാളം പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥലം വിട്ടത്. അന്ന് തമിഴാണ് അവിടെയൊക്കെ. അന്ന് മലയാളം സിനിമ വളരെ വേറൊരു രംഗം. നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും, ഈ നാരദൻ ഈ ഇരിക്കുന്ന ആളാണ്. പിള്ളേരെല്ലാം ഞെട്ടിയിരിക്കുകയാണ്. എന്തൊരു സുമകനായിരുന്നു. അല്ല, ഇപ്പോഴും സൗന്ദര്യത്തിനൊന്നും കുറവില്ല ചേട്ടാ. അതെ, എല്ലാം ആയി കഴിഞ്ഞു. ഈ രംഗങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ട്. 40 വർഷം പിന്നിട്ട് കഴിഞ്ഞാലും ഇതൊക്കെ മനസ്സിൽ പച്ച പിടിച്ച് കിടപ്പുണ്ട്. അല്ലേ, അങ്ങനത്തെ വേഷങ്ങളൊക്കെ വളരെ അത് വലിയ. അന്ന് നാരദൻ വന്നിറങ്ങുന്ന ഒരു സീനുണ്ട്. അത് ഞാൻ സിനിമ കണ്ടപ്പോൾ ഞാൻ ആകാശത്ത് വരിക. അപ്പം ഞാൻ അവിടെ ചെയ്തത് ഇതുപോലെ ഒരു കാർപ്പറ്റ് വെച്ചിട്ട് എന്നെ അവിടെ നിർത്തി. യു രാജഗോപാൽ അദ്ദേഹം തോന്നുന്നു ക്യാമറയിൽ പകർത്തി. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് എനിക്ക് അദ്ദേഹം ചെയ്തത്. ആ മൂവ്മെന്റ് അങ്ങനെയായിട്ട് ആകാശത്തുനിന്ന് വരുന്ന അത് താങ്കൾക്ക് ഭയങ്കര ഒരു ഗംഭീരം നേടിത്തന്നിട്ടുണ്ടാവും. വരട്ടെ, ഒന്നും കൂടി. സിനിമയൊക്കെ അഭിനയിച്ചതിന് ശേഷം പിന്നീട് ഇത് റിലീസ് ചെയ്തപ്പോൾ ഇതൊക്കെ നേടിത്തന്നിട്ടുള്ള ഒരു പ്രശസ്തിയും അതുപോലെ പണമൊക്കെ കയ്യിൽ സൂക്ഷിക്കാതെ ചെലവിട്ട് കളഞ്ഞു. അതല്ല, എനിക്കൊരു വലിയ അബദ്ധം പറ്റി. ഈ ഹരിദ്വാർ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എൻ്റെ കംപ്ലീറ്റ് കാസറ്റ്സ് ഉണ്ടായിരുന്നു. എല്ലാ സിനിമകളുടെയും 100 സിനിമ ഞാൻ അഭിനയിച്ച എല്ലാ കാസറ്റ്സും ഉണ്ടായിരുന്നു. പ്ലസ് സ്റ്റിൽസൊക്കെ പ്രത്യേക ഒരുപാട് സംഗതികളുണ്ട്. അങ്ങനെ എല്ലാം പോയി എന്നുള്ളതാണ്. എവിടെ പോയി, എങ്ങനെ പോയി, ആർക്ക് പോയി എന്നറിയില്ല. ഐ എം നൗ ആബ്സല്യൂട്ട്ലി എനിക്കൊന്നുമില്ല. താങ്കൾ ഹരിദ്വാറിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോയിരുന്നോ? ഇല്ല, കൊണ്ടുപോയില്ല. ഇല്ല. ഇത് എവിടെ വെച്ചിട്ടാണ് പോയത്? ട്രിവാൻഡ്രത്ത് ലോഡ്ജിലോ മറ്റാണ്. അപ്പോൾ അത് അവിടെ നിന്ന് പോയി. പിന്നീട് താങ്കളവിടെ പോയി അന്വേഷിച്ചില്ല? എന്തോന്ന് അന്വേഷിക്കാൻ? എങ്ങനെ അന്വേഷിക്കാൻ? ആരും പറഞ്ഞില്ല? അല്ല, ആർക്കും അറിഞ്ഞുകൂടാ. ചിലപ്പോൾ സിനിമയാണെന്ന് നമുക്കറിയാം. എപ്പോഴെങ്കിലും വേണം തിരിച്ച് കിട്ടിക്കൂടായില്ല. കിട്ടില്ല. അതൊക്കെ നമ്മുടെ ധീരസമീര യമുനാതീരെന്ന് അന്നൊക്കെ പാട്ട് പാടുന്നത് വലിയ സംഭവമാണ്. കിട്ടിയ ആൾ അതിൽ ഞാനും വിദ്വാലയും കൂടെ 6.5-7 മിനിറ്റ് പാടുന്നൊരു പാട്ടുണ്ട്. ഏതാണ് പാട്ട്? ഓർമ്മയുണ്ടോ? അത് ഇല്ല. ആ പാട്ടിൻ്റെ സീനും ഇതുമെല്ലാം വാഹിനി സ്റ്റുഡിയോയിൽ തീ കത്തിപ്പോയി. ആ പടമേ ഇല്ല.
അരുമ മണി സാർ എടുത്ത പടം ധീരസമീരെ മിനാതീരൻ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചില ഒരുപാട് ദുർഭാഗ്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. മാവൻചേട്ടാ, പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പഴയ പടങ്ങളുടെ സീഡികളും ഇതൊക്കെ ഇപ്പോഴും മാർക്കറ്റിൽ ലഭ്യമായിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ എടുത്തിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ കാണാവുന്നതാണ്, പഴയ കാലത്തേക്ക് ഊളിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. മധുസാറ് പറഞ്ഞ പോലെ ആത്മകഥ എഴുതേണ്ട സമയമായിരിക്കുന്നു, ഇനി എഴുതണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആത്മകഥ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നേടണ്ടേ? നമ്മളെക്കുറിച്ച് മാത്രമല്ലല്ലോ എഴുതുന്നത്, നമ്മൾ പരിസരത്ത് കണ്ട പല ആൾക്കാരെ കുറിച്ച് എഴുതാം. നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും. ഇപ്പോൾ ബാസുചേട്ടനെ കുറിച്ച് ഒരുപക്ഷെ മാധവൻ ചേട്ടന് അറിയാവുന്ന പല കാര്യങ്ങളും പലർക്കും അറിയണ്ടാവില്ല. ഇങ്ങനെ ആൾക്കാർക്ക് ഇതൊക്കെ പഴയ കാലങ്ങളൊക്കെ വായിച്ചറിയാനുള്ള ഒരുപാട് താല്പര്യങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഈ ഷീലാമ വന്നിട്ട് ഈ തലയെ തടവിയ കാര്യം പോലും ഇപ്പോഴത് ആലോചിക്കുമ്പോൾ ചിരി വരും. മനസ്സിലാവണല്ലോ. ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി വെളിയിൽ ഇറങ്ങിയതാ. എന്തുകൊണ്ടാണ് അവരങ്ങനെ തലയെ തടവിയെന്നുള്ള കാര്യം ഇത് മാവൻചേട്ടൻ നേരത്തെ പറയായിരുന്നെങ്കിൽ ഇവരുടെ ഷീലാമ ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ കൊണ്ടുവന്നതാ. ഇനി അതിന്റെ ചേതോവികാരം എന്നുള്ള കാര്യം ഞാൻ ചോദിക്കും ഇനി കാണുമ്പോൾ. ഞാൻ നല്ല പയ്യൻ എന്നുള്ള അങ്ങനെ. ഓക്കെ, വരട്ടെ. ഞാൻ താങ്കളെ മുൻകാലഘട്ടങ്ങളിൽ നിന്ന് പിന്നീട് പെട്ടെന്ന് ഒരുപക്ഷെ പുതുതലമുറയ്ക്ക് അറിയാവുന്ന താങ്കൾ പ്രദാനം ചെയ്ത വേഷങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരിക ചെയ്തു. ഇനി ഞാൻ വേണം ഒന്നിട്ട് കാണിച്ചത്. താങ്കൾക്ക് ഇതിനിടയ്ക്ക് ഇപ്പോൾ ഹരിദ്വാറിൽ വെച്ച് താങ്കൾ ദൈവമായിട്ട് കലഹിച്ചു. ദൈവമായിട്ട് കലഹിക്കുന്നതിന് മുമ്പ് താങ്കൾക്ക് എനിക്ക് അതിനേക്കാൾ ഏതാനും വർഷം മുമ്പ് താങ്കൾക്ക് ഒരു ഡോസ് ഒരു വാണിംഗ് ആരോ തന്നിരുന്നല്ലേ? ഒരു വാണിംഗ് തന്ന് താങ്കൾ അല്പ ദിവസം ആശുപത്രിയിലായിരുന്നു, ഓർമ്മയുണ്ടോ? അന്ന് താങ്കൾ ആരോടും പറഞ്ഞില്ല, പക്ഷേ താങ്കളെ തേടി ലാല് വന്നു, മോഹൻലാൽ. അത് ആ ഓപ്പറേഷനല്ല, അതിന് മുമ്പ് എനിക്ക് അയാളുടെ ബ്രെയിൻ ഓപ്പറേഷൻ. അത് അതിനൊക്കെ മുമ്പാണ്. അപ്പോൾ ഞാൻ രാത്രി 12 മണിക്കാണ്. ഞാൻ രാവിലെ തൊട്ട് എന്നെ കാണാത്തതുകൊണ്ട് എൻ്റെ ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റി വന്ന് നോക്കിയപ്പോൾ ഞാൻ ഡോർ തുറന്നിട്ടുണ്ട്. എന്താ ഭാഗ്യം, അയാൾ തുറന്നു വന്നപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ കിടക്കണം. ഞാൻ ഈ മരണത്തെ പേടിക്കാത്തടുത്താണല്ലോ. അതാണ് എൻ്റെ മരണത്തെ ഭയമില്ല, ഒരു ഭയമില്ല. എപ്പോൾ വേണോ വരാത്തതിലുള്ള സങ്കടമേ ഉള്ളൂ. അപ്പോൾ അതാണ് കാരണം. എന്താ ഇപ്പം എസ്പെഷ്യലി നോ ബിക്കോസ് കംപ്ലീറ്റ് സംതൃപ്തി കിട്ടി. ഒരാൾക്ക് സംതൃപ്തി കിട്ടുന്നത് നമ്മൾ ആഗ്രഹിച്ച ജോലി കിട്ടുക, ആ ജോലി ചെയ്ത് അതിൽ സംതൃപ്തി നേടുക. ഐ എം വെരി വെരി ഹാപ്പി, വെരി വെരി ഹാപ്പി. അപ്പോൾ അങ്ങനെ ബ്രെയിനിൽ എന്തോ ഒരു ചെറിയൊരു ഇത് വന്നു ഇവിടെ. അപ്പോൾ അതൊന്നും രസമുള്ള കാര്യമാണ്. അവിടെ വീണപ്പോഴത്തേക്കും രാത്രി അപ്പോഴത്തേക്കും 1 ലക്ഷം രൂപ വെച്ചാൽ എന്തൊക്കെ ചെയ്യുന്ന ഞാൻ ഐ എം മെമ്പർ ഓഫ് ദ ലോട്ടസ് ക്ലബ് അവിടെ. അപ്പോൾ ലോട്ടസ് ക്ലബിലെ അടുത്താണ്. അവർ 1 ലക്ഷം രൂപ അടച്ച് എന്നെ അപ്പം തന്നെ എന്തോ ഇങ്ങനെ ബ്രെയിൻ ഓപ്പറേഷൻ എന്തുകൊണ്ട് ചെയ്തു. ഞാൻ അറിയുന്നില്ല. 1, 2, 3-ാമത്തെ ദിവസം 2-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്ന് ഞാൻ നോക്കുമ്പോൾ ലാൽ എൻ്റെ അടുത്ത് കിടക്കുന്നു. മനസ്സിലല്ലേ? അദ്ദേഹത്തിൻ്റെ ചേട്ടാ ഒന്നും പഠിക്കണം, ഞാൻ ഇവിടെ ഉണ്ട്. കാരണം അപ്പോഴാണ് അവിടെ നേഴ്സന്മാരൊന്നും ജോലി ചെയ്ത് അവിടെ കൂടി ഇരിക്കുകയാണ്. മെഡിക്കൽ ടെസ്റ്റ് മുഴുവൻ ലാലിനെ കാണാനായിട്ട്. ലാലിൻ്റെ കൂടെ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നാളെ വരും, ഞാൻ ഇവിടെ ഉണ്ടാവും, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് ലാൽ പോയി. അതേ ഇത് തന്നെയാണ് വേറൊന്നും പറയാനുണ്ട്. ജഗദീഷ് ശിവകുമാർ, ഞാനും ജഗദീഷ് കുമാറും ഒരേ ദിവസമാണ് ധനുമാസത്തിലെ തൃക്കാട്ട. ഞങ്ങളുടെ ജനനം അവനെന്നെക്കാളും 13 വയസ്സ് താഴെ. പക്ഷേ എന്നെ വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാദറാണ് എൻ്റെ കുറച്ചുകൂടെ വലിയ ഫ്രണ്ട്. അപ്പോൾ എപ്പോഴും എന്നെ അന്ന് കാണാൻ വന്നു. രാവിലെ വന്ന് ചേട്ടാ ഞാൻ ഇന്ന് ഇവിടെയാണ് ഷൂട്ടിങ്. ജഗദീഷ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ സ്വന്തം ഷെഡ്യൂളാണല്ലോ. അപ്പോൾ രാവിലെ വന്ന് പറഞ്ഞ് എൻ്റെ അടുക്ക ഒരു 15-20 മിനിറ്റ് ഇരുന്ന് വൈകിട്ട് ഇവിടെ ഷൂട്ടിങ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോയ പോക്കാണ്. പിറ്റേ ദിവസം പത്രത്തിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ നക്ഷത്രവും ജ്യോത്സ്യമൊക്കെ ശരിയാണോ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ 10 ദിവസം കൊണ്ട് ഇറങ്ങിയിട്ട് ഐ വെൻ്റ് വെല്ലൂർ, കാർ പിടിച്ച് വെല്ലൂർ പോയി. അന്ന് കുറച്ച് ബോധമൊക്കെ ഉണ്ട്. അവനെ വിശ്വസിക്കാൻ പറ്റും. കണ്ണാടിയൊക്കെ വെച്ച് ഒന്നുകൂടെയൊക്കെ നോക്കി ഞാനിങ്ങനെ വന്നു. എനിക്ക് അത്ഭുതം. വിതിൻ 5-6 ഡേയ്സ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇത് പോയിട്ട്. അപ്പോൾ എന്തൊരു നിമിത്തമാണ് നിമിത്തം മാത്രമേ താങ്കളെ അങ്ങനെ വിടാൻ തയ്യാറല്ല. അത് കഴിഞ്ഞിട്ട് റിയാക്ഷനുമില്ല. അത് മാത്രമല്ല മെഡിക്കൽ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുണ്ട്. ആ മെഡിക്കൽ റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഹി വാസ് ഓൾവേസ് സ്മൈലിംഗ്. ആ ഡോക്ടേഴ്സിനെ എന്താണെന്ന് ഞാൻ റെഡിയാണ് പോകാനായിട്ട് ഇതിനകത്ത് അതിനപ്പുറം ചിരിച്ച് കരഞ്ഞുകൊണ്ട് പോകണം.
ആ ആറ്റിറ്റ്യൂഡ് എനിക്ക് ബി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ബി പോസിറ്റീവ് ഈവൻ ടു ഡെത്ത് അല്ലേ? Of course. ലാലുവായിട്ടുള്ള താങ്കളുടെ ഒരു അഭിനയ മുഹൂർത്തം ഞാൻ കാണിച്ചു തരാം. ഹൃദയമായിട്ടുള്ള റോളായിരിക്കും. അയാൾ കഥ എഴുതുകയാണ്. അത് ഈ സീൻ എഴുതി കഴിഞ്ഞിട്ട് ഡയറക്ടർ കമൽ സാർ എന്നോട് ചോദിച്ചു, ഞാൻ അഭിനയിച്ച് കാണിച്ചു തരട്ടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ആദ്യം അഭിനയിച്ച് സാറിന് ഇഷ്ടപ്പെടുമെന്ന് നോക്കാം, പിന്നെ നമുക്ക് രണ്ടാമത് അറിയാം. അപ്പോൾ ലാൽ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇതുപോലെ അഭിനയിച്ചു, അവർക്ക് ഇഷ്ടമായി. ശരി, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ഈ നമ്മളൊരു എന്താ പറയുക, കയറി അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പ് അല്ലല്ലോ. അപ്പോൾ അവർ നമ്മളെ അങ്ങനെ എടുക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇത് പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമുക്ക് വലിയ ഫീൽ ചെയ്തു. ഐ ക്യാൻ ഡു ഇറ്റ്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അങ്ങനെ എടുത്തത്. അപ്പോൾ താങ്കൾ ഡയറക്ടർക്ക് കാണിച്ചു കൊടുത്താണ്? അല്ല, എനിക്ക് ചെയ്യാൻ ഡയറക്ടർക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ അവര് ഇറങ്ങിയിട്ട് കാര്യമില്ല. വരട്ടെ, സുരേഷ് എന്തോ ഒരു കാര്യം കൂടി പറയാനുണ്ടോ? ഞാൻ മാധവണ്ണ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. തിരിച്ചെന്നെ അനിയ എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട് എപ്പോഴും. മാധവേട്ടൻ എൻ്റെ സിനിമകളിൽ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. സിനിമ വ്യത്യസ്തമായ, അതായത് സിനിമയിൽ അഭിനയിക്കുന്ന നടനും പ്രൊഡ്യൂസറും എന്നുള്ള നിലയിലുള്ള സൗഹൃദമല്ല ഞങ്ങൾ തമ്മിൽ. വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന വളരെ അടുത്ത സുഹൃത്തുക്കൾ ആയിട്ട്. മാധവണ്ണന് ഞാനുമായിട്ട് നല്ല പ്രായവ്യത്യാസം ഉണ്ടെങ്കിൽ കൂടിയും പിള്ളേരുടെ സ്വഭാവമാണ്. നമ്മുടെ ഒപ്പം വന്നിരുന്ന് നമ്മുടെ കൂടെ തന്നെ കളിയിലും ചിരിയിലും പങ്കെടുക്കുന്ന ഒരാളാണ് മാധവേട്ടൻ. ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റാണെന്നോ സീനിയർ ഒരു ഫിലിം പേഴ്സണാലിറ്റി ആണെന്നുള്ള ഒരു ബോധവും അദ്ദേഹത്തിനില്ല. അദ്ദേഹം എപ്പോഴും ചെറുപ്പമായിട്ടും കൊച്ചു പിള്ളേരുടെ സ്വഭാവമുള്ള ആളാണ്. ഏത് കമ്പനിയിൽ താങ്കൾ ചേരും അല്ലേ? വലിപ്പ ചെറുപ്പങ്ങളില്ല. സൗഹൃദത്തിൻ്റെ, വിസ്തൃതമായ സൗഹൃദത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏത് കമ്പനിയിലും ചേരാനുള്ള. അല്ല, എനിക്ക് എന്നെ അറിയാം. ഞാൻ ആര് എന്നെനിക്കറിയാമെങ്കിൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത്. ഞാൻ ബിഹേവ് എന്ന് പറഞ്ഞാൽ അകത്തിൽ നിർത്തുന്നവനെ അകത്തിൽ തന്നെ നിർത്തും. പക്ഷെ അവന് ദേഷ്യം വരുന്ന വിധത്തിൽ, അവന് വിരോധം വരുന്ന രീതിയിലല്ല. ഇന്നതെല്ലാം കണ്ടു അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് പദം വിട്ടാൽ പിന്നെ അവനെ കാണാൻ ശ്രമിക്കില്ല. ഒരാളിങ്ങനെ ഒരു ശബ്ദവീചിയിലൂടെ മാധവേട്ടനോട് സംസാരിക്കാൻ വേണ്ടി താല്പര്യപ്പെടും. നോക്കട്ടെ ആരാണ്? ടി പി മാധവൻ വളരെ വളരെ നല്ല ഒരു നിലയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിനിമാക്കാർക്കൊക്കെ അറിയാം. കുറച്ച് തിരക്കായി പോയി, എനിക്ക് അത് കാരണം പോയി കാണാൻ പറ്റിയില്ല. ഞാൻ പോകുന്നുണ്ട് അദ്ദേഹത്തിനെ കാണാൻ. ഒരുപാട് നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ്, അത് എനിക്കറിയാം. എന്താ പറയുക, സ്വന്തവും ബന്ധവും ഒക്കെ ഇല്ലാതായ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അതിപ്പോൾ ഉള്ളവർ തന്നെ വയസ്സായവരെ ഒരു ഭാരമായി കാണുന്ന ഒരു കാലമാണല്ലോ. എന്താ പറയുക, എല്ലാ ഈശ്വരൻ്റെ കളി, അല്ലാതെ എന്താ പറയുക. ഷീസ് എ വെരി വെരി ക്ലോസ് അസോസിയേറ്റ്. അല്ല, എനിക്ക് വലിയ ഇഷ്ടമുള്ള, പണ്ട് അന്നത്തെ കാലത്ത് മദ്രാസിൽ ചേച്ചിയുടെ ഹസ്ബൻഡ് മണിസ്വാമി ഒരു പുസ്തക പുഴുവാണെന്നാണ് വെപ്പ്. ഒരുപാട് വായിക്കും. അങ്ങനെ 1-2 പടം എടുത്തു. അപ്പം ഞാൻ അദ്ദേഹത്തെ കാണാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോകും. അപ്പം അങ്ങനെ ഈ സിനിമയൊക്കെ നല്ലൊരു അയച്ചു തമിഴ് സിനിമ തമിഴ്നാട്ടിലൊക്കെ ഉള്ളത്. ചേച്ചിക്ക് മാത്രമേ ഒരു ഫോറിൻ കാർ ഉണ്ടായിരുന്നു, ബാക്ക് ഇതില്ലാത്ത ഫോറിൻ കാർ. അതിലേക്കാണ് ചേച്ചി വരിക. അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ മനസ്സിലാക്കി ഒരുപാട് വർത്തമാനമൊക്കെ പറയും. റോസി എന്ന പടത്തിൽ വെച്ച പ്രൊഡ്യൂസറായിരുന്നു അദ്ദേഹം. അങ്ങനെ കല്യാണം കഴിച്ചെന്നൊക്കെയാണ് കഥകളൊക്കെ. ഇറ്റ്സ് വാസ് ഇൻമെറ്റീരിയൽ ടു മീ. പക്ഷേ എന്നോട് വളരെ സ്നേഹത്തിലായിരുന്നു. ഞാൻ വീട്ടിലൊക്കെ പോയായിരുന്നു. വീട്ടിൽ പോയി ചായയൊക്കെ കുടിച്ച്. പൊന്നമ്മ ചേച്ചി നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ആണോ? പക്ഷെ പൊന്നമ്മ ചേച്ചിയുടെ ആത്മകത്തിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒന്ന്, സ്വന്തവും ബന്ധവും ഇല്ലാതായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏകാന്തത. താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ ഒരുപാട് അനുഭവിച്ചു. മാധവൻ ചേട്ടാ, എനിക്കൊരു ചോദ്യം. താങ്കളൊരു 600 സിനിമകളിൽ അഭിനയിച്ചു. താങ്കൾക്കിപ്പോൾ, താങ്കൾ നേരത്തിനോട് പറഞ്ഞു, ഒന്ന് കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു കൂര ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം താങ്കളെ അലട്ടുന്നുണ്ട്. ഈ പൈസ പോയി? ആ ചോദ്യം നേരത്തെ വിചാരിച്ചിട്ട് വന്നില്ലല്ലോ, സന്തോഷം ഇരിക്കുകയായിരുന്നു. പൈസയൊക്കെ എന്ത് ചെയ്യുന്നത്, അടിച്ചു പൊളിച്ചു എന്നുള്ള വാക്കല്ലാതെ വേറൊന്നും പറയാനില്ല. ഐ ഡോണ്ട് നോ. അടിച്ച് പൊളിച്ച് ത്യോഹാറാക്കി? അല്ല, അടിച്ചു പൊളിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ ആവശ്യമില്ലാതെ ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ ഓടി നടന്നു. ഫ്രണ്ട്സ് ഇപ്പം ഞങ്ങളൊക്കെ ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്ന കാലമാണ്. ആരെങ്കിലും ഒരു കുപ്പി കൊണ്ട് ഞങ്ങൾ 4-5 പേര് അടിക്കുക, ഇപ്പോൾ തീരും. അല്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊന്നും
വേറെ കാറുണ്ടായിരുന്നു. കാറൊരു 6 മാസത്തിൽ ഒരിക്കൽ ഒരു കാറ് മാറ്റും. എന്നാലും താങ്കൾ ഈ പൈസ മുഴുവൻ കളഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാം. കൗതുകമുണ്ട്. ഇത് പറഞ്ഞിട്ട് എൻ്റെ ഒരു കസിൻ എന്നെ കുഞ്ചുരുത്തി ഇരിക്കാൻ വരെ വന്നു. അത് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. എനിക്ക് കിട്ടിയ എങ്ങനെ പൈസ പോയി? എനിക്ക് കുറച്ച് ലക്ഷങ്ങളൊക്കെ കിട്ടിയതാണ്. ഞാൻ ലക്ഷങ്ങൾ തന്നെ ഐ തിങ്ക് ഈ എൻ്റെ കസിൻ ഇടിക്കാൻ വന്നപ്പോഴും അയാൾ പറഞ്ഞാണ് ഈ പൈസ എന്ന് പറഞ്ഞാൽ ചുമ്മാ. അപ്പം എൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ പൈസ വരും പോകും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നെ പണ്ടേ ഉണ്ട്. അത് ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക്. ഭാവിയിലേക്ക് കരുതി വെക്കണമെന്ന് താങ്കൾക്ക് തോന്നിയില്ല? അതോ കരുതി വെക്കേണ്ടതില്ല? അല്ല, വന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഈ സിനിമാക്കാരൻ്റെ എൻ്റെ ഇനിയും വരും, ഇനിയും സീരിയലിൽ വരും എന്നൊക്കെ ഉള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഇന്നലെ വരെ. വരട്ടെ ഒരാൾ. നമസ്കാരം മാധവൻ ചേട്ടാ, സുഖല്ലേ? മാധവൻ ചേട്ടനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. മാധവൻ ചേട്ടൻ ഞാൻ അമ്മയിൽ മെമ്പറായതിന് ശേഷമാണ് മാധവൻ ചേട്ടനായിട്ട് കൂടുതൽ അടുപ്പമായത്. എന്നാലും ഒരുപാട് വേഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഞാനും മാധവൻ ചേട്ടനും കൂടി ഒരു പടത്തിന് പാലായിൽ താമസിക്കുമ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുറിയിലിരിക്കുകയായിരുന്നു. വൈകുന്നേരം ഞങ്ങളുടെ മുറിയിലേക്ക് കുറച്ച് പാലായിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ കയറി വന്ന് ഞങ്ങൾ സംസാരിച്ചവരായിട്ട്. ഇതിനിടയ്ക്ക് വേറെ ഏതോ ഒരാൾ, അതായത് ഈ വന്ന സുഹൃത്തുക്കളുടെ ആരോ ആണ്, അയാളുടെ സുഹൃത്തോ അങ്ങനെ ആരോ ആണ്. പുള്ളി വന്ന് സംസാരിച്ചു, അയാളും വന്ന് ഇടപെട്ടു. അപ്പോൾ ഒത്തിരി വാചാലനായിട്ടുള്ള ഒരാളാണ്. അല്ലെങ്കിൽ സംസാരിച്ച് വന്നപ്പോൾ എന്തോ ഒരു അബദ്ധം അയാൾ പറഞ്ഞു എന്നെക്കുറിച്ചിട്ട്. അങ്ങനെ എന്തോ പറഞ്ഞു വന്നപ്പോൾ എന്തോ ഒരു അബദ്ധം, ഞാൻ ഓർക്കുന്നില്ല എന്താണ്, എന്തോ പറഞ്ഞു പറയാം. ഉടനെ മാധവൻ ചേട്ടൻ അങ്ങോട്ട് ചൂടായി. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് മാധവൻ ചേട്ടൻ ഇങ്ങനെ ചൂടാവുന്ന കണ്ടത്. ഒരടിക്കാൻ പോകേണ്ട ഘട്ടം വരെ മാധവൻ ചേട്ടൻ. എനിക്ക് എന്ന് വെച്ചാൽ ഈ വന്ന ആൾ, സംസാരിച്ച ആളും മാധവൻ ചേട്ടനേക്കാളും ഭയങ്കര ഹാൻസം, ഭയങ്കര സൈസുള്ള ഒരാളാണ്. പക്ഷേ മാധവൻ ചേട്ടൻ ആരോഗ്യം പോലും നോക്കിയില്ലെന്നുള്ളതാണ്. കാരണം ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനെ നിനക്ക് ഇങ്ങനെ പറയാൻ എങ്ങനെ ധൈര്യം വന്നടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാധവൻ ചേട്ടൻ്റെ ഒരു റേസിങ്. അപ്പോൾ അവരെല്ലാവരും വേഗം അയാളെ പിടിച്ച് പുറത്താക്കി സോറി പറഞ്ഞ്. അയാളുടെ പക്ഷത്താണ് തെറ്റെന്നറിയാം, എങ്കിൽ തന്നെയും അവർ അയാളെ പിടിച്ച് പുറത്താക്കി. ഞങ്ങളവിടെ ഇരുന്നു. എല്ലാവരും പോയി കഴിയുമ്പോൾ മാധവൻ ചേട്ടനോട് ഞാൻ ചോദിച്ചു, എന്താ മാധവൻ ചേട്ടാ ഇങ്ങനെ? അല്ല, ഒരു കാര്യമില്ല, അശോകനങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ അതില്ല, തെറ്റാണ് പറഞ്ഞത്. പക്ഷെ മാധവൻ ചേട്ടൻ എങ്ങനെ ഇത്ര, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അല്ല അങ്ങനെയല്ല, ഒരു നമ്മളൊന്നും അനാവശ്യം പറയാതെ നമ്മളെ നോക്കിയിട്ട് നമ്മളുടെ റൂമിൽ കയറി വന്ന് നമ്മളുടെ സ്വസ്ഥത കെടുത്തിക്കൊണ്ട് ഒരാൾ, പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അയാൾ ആരാ, എന്തിനങ്ങനെ ചെയ്യണം, അത് ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് പറഞ്ഞു. കാരണം ഒരു ആർട്ടിസ്റ്റിനെ അയാളുടെ വില കൽപ്പിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്, അത് പ്രായഭേദമന്യേ ബഹുമാനിക്കുകയും വില കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാധവൻ ചേട്ടൻ. എനിക്ക് അന്ന് വളരെ കൂടുതലായിട്ട് മനസ്സിലായി. മാധവൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഒരാളോടും ഒന്നിനും എന്ത് സ്നേഹിക്കാൻ അറിയാവുന്ന, അതുപോലെ പ്രതികരിക്കാനും അറിയാമെന്ന് തെളിയിച്ച ഒരാളാണ്. നല്ല ഒരു സുഹൃത്താണ്, നല്ലൊരു ഏട്ടനാണ്. സംഘടനയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച, അമ്മ സംഘടനയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചാണ്. ആരോഗ്യം എങ്ങനെയാണെന്ന് അറിയില്ല, ആരോഗ്യമൊക്കെ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു മാധവൻ ചേട്ടാ. ഇനിയും കുറേ കാലം സിനിമയിലുണ്ടാവണം, തുടരണം. പഴയ സൗഹൃദങ്ങൾക്ക് ഇനിയും മാറ്റുകൂട്ടണമെന്നാണ് പറയാനുള്ളത്. എല്ലാ ആശംസകളും മാധവൻ ചേട്ടാ. അശോകൻ, നിങ്ങളുടെ റിസർച്ചേഴ്സിനെ സമ്മതിച്ചു. എന്ത് നല്ല ഓർമ്മകളാണ് ഈ ഇൻസിഡൻറ്റ് പറയുന്നത് ഞാൻ സ്വപ്നം വിചാരിച്ചില്ല. അന്ന് ഇവൻ ചൂടായിട്ട് കയ്യിൽ പോക്കറ്റിൽ നിന്ന് കാശൊക്കെ എടുത്തിങ്ങനെ ഇരുന്നിട്ട് ഒരു ബഹളം. ഞാൻ നിർത്തി. അപ്പം മറ്റവൻ ആണ് ശരി, സ്വപ്പം അവനൊരു അബദ്ധം പറ്റിപ്പോയി. ഏതോ ഒരു ആവശ്യമില്ലാത്തൊരു വാക്ക് യൂസ് ചെയ്തു, വിച്ച് ഹർട്ട് ഹിം ദി അതർ മാൻ. അത് പറഞ്ഞിട്ട് അവനെ ചാടി, അവൻ വേറെ ആരും എടുത്തത്. ഞങ്ങൾ ഈ സിനിമാ കമ്പനി കൂടുമ്പം 1-2 പേര് വരുന്നില്ല. അതിന് ഇവൻ പിന്നെ ഞാൻ നോക്കിയപ്പം എനിക്ക് നോക്കേണ്ട കടമ ഇയാളുണ്ടല്ലേ. അപ്പം ഞാൻ പിടിച്ച് തമാശ പറഞ്ഞ് അതൊക്കെ നാളെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഒതുക്കി റെഡിയാക്കി വെച്ച്. അപ്പോൾ അശോകനല്ല ചൂടായത്, മറ്റവൻ മാധവൻ ചേട്ടൻ ചൂടായത്. ഞാൻ ചൂടായത് മറ്റവൻ്റെ അടുത്ത് ഞാൻ ചൂടായി. അവനെ ഒതുക്കാൻ വേണ്ടിയിട്ട് മാധവൻ ചേട്ടൻ ചൂടായി, മാറ്റി. അവൻ അവിടെ നിന്ന് വെളിയിലൊക്കെ കൊണ്ടുപോയി. പക്ഷെ താങ്കളെക്കാളും ഇരട്ടി സൈസുള്ള ഒരുത്തരായിരുന്നു അയാൾ. അതൊന്നും നമുക്ക് വിഷയമല്ല. അതേപോലെ സിനിമയിലെ സൗഹൃദങ്ങളും മാധവൻ ചേട്ടാ, ഇപ്പം നിങ്ങൾക്ക് സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും പല ആൾക്കാരും പറയാറുണ്ട് അങ്ങനെ ഒരു സൗഹൃദം സിനിമയിൽ ഇല്ല എന്ന്. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല. സ്ഥിരമായിട്ട് ഈ സൗഹൃദം സിനിമയിലുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ ടീം, അവർ തമ്മിലൊരു ടീമിനില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിൽ ഇപ്പം എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് നെടുമുടി വേണു.
ക്ലോസ് മോഹൻലാലും മമ്മൂട്ടിയും ഓൺ ടോപ്പ്. നെടുമുടി വേണു അദ്ദേഹം നല്ലൊരു അഭിനേതാവും മാത്രമല്ല എന്നെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണി ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വേണുവിന് ഒരുപാട് ഈ പഴയ കഥകൾ ഇതൊക്കെ പറയാൻ പാട്ടുകൾ നാടൻ പാട്ടുകൾ എല്ലാം അറിയാം. അതൊക്കെ ഞാനും കൂടെ കേട്ടുകൊണ്ട് എന്നിട്ട് കളിയാക്കും. ഞാൻ മണ്ടത്തരമൊക്കെ ചോദിക്കും അങ്ങനെയൊക്കെ കേട്ടിട്ട്. അതെ, അപ്പം അങ്ങനെ ഒരു വലിയ ഫ്രണ്ടാണ് അദ്ദേഹം. അപ്പം അതുമാതിരി എനിക്ക് ഒരുപാട് പേരുണ്ട്. നമ്മുടെ ശ്രീരാമൻ എനിക്കിഷ്ടമാണ്. ശ്രീരാമൻ ചില വലിയ വലിയ കാര്യങ്ങളൊക്കെ അറിയാം. അതൊക്കെ ഗഹനമായ കാര്യങ്ങളെ പറയുള്ളൂ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ വരട്ടിക്കളയും. അപ്പോൾ അത് അങ്ങനെ ഇങ്ങനെ ഓരോ തരത്തിലുള്ള. പക്ഷെ അത് അവിടെയാണ് എനിക്ക് എൻ്റെ സന്തോഷം. കാരണം ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണല്ലോ. അത് അവരുടെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്തവരെ എനിക്കറിയാം. പക്ഷെ ഞാൻ അതിനകത്തൊന്നും ഇടപെടാൻ പോവില്ല. അത് എന്തോ ദൈവം തന്നിരിക്കും. ഒരുപക്ഷെ അമ്മയിൽ കുറെ കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞതായിരിക്കാം ഇവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ തുന്നിച്ചേർക്കാൻ തീർച്ചയായിട്ടും സഹായിച്ചത്. പിന്നെ ഇടവേള ബാബു എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ചോദ്യം എനിക്ക് വേണ്ടിയിട്ട് ബാബുവിനോട് ചോദിക്കണം. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ തമ്മിലൊന്ന് പിണങ്ങി, എന്തിനാണെന്ന് ഓർക്കുന്നുണ്ടോ എന്ന്. ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടി പറ്റിയതാണ്. ബാബുവായിട്ടൊന്ന് ഇടഞ്ഞോ ഇടയ്ക്ക്? അല്ല, അത് എൻ്റെ സെക്രട്ടറിഷിപ്പ് ഞാൻ 10 കൊല്ലം കഴിഞ്ഞപ്പം, അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാലും ഞങ്ങളുടെയൊക്കെ സൗഹൃദ ഇലക്ഷനൊക്കെ അപ്പം മോഹൻലാൽ പറയും മാധവൻ ചേട്ടൻ മതി. അങ്ങനെയാണ് എന്നെ തന്നെ എടുത്തത്. അത് കഴിഞ്ഞ ഒരു ചെറിയ കിടുകാമണിയൊക്കെ ബാബു കാണിച്ചു. അതാണ് സത്യം. ഞാൻ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഇത് അതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് ദൈവം അങ്ങനെ നിശ്ചയിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബഹളം ഉണ്ടാവുകയോ എന്തെങ്കിലും അച്ചടിച്ച് വന്നാൽ അത് നമ്മുടെ സൗഹൃദം മുഴുവൻ സിനിമക്കാരെ പറ്റി. അല്ലെങ്കിൽ തന്നെ അമ്മ തുടങ്ങിയപ്പം എൻ്റെ തൈക്കാട് അതിലെ കൂടെ പോകണമെന്ന് അമ്മ എന്ന് പേരിട്ടോ അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ് സൈക്കിളിൽ ഓടി പോകണവരുണ്ട്. ഇതത്ര ഞാൻ കേട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അപ്പോൾ ആ ഒരു അമ്മ എന്ന് പവിത്ര അതിങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. ഒരു വഴക്ക് പോലും പബ്ലിക്കാവരുത്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടികളും പിടികളൊക്കെ കൊണ്ട് എന്ന് ഭയങ്കരമായിട്ട് സൂക്ഷിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ബാബുവായിട്ട് ഇങ്ങനെ സംഭവം ഞാൻ മിണ്ടാതെ വിട്ടളഞ്ഞു. പക്ഷെ അത് പിന്നീട് സൗഹൃദമായി മാറിയത്. പിന്നെ മാറാതിരിക്കാൻ ഒക്കില്ല. അന്നത്തെ അമ്മയും ഇന്നത്തെ അമ്മയും തമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ വ്യത്യാസം എന്താണ് മാധവൻ ചേട്ടാ? അല്ല, അന്ന് ഞങ്ങൾ 180 മെമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അതിൽ കൂടുതലായി. അപ്പോൾ അന്ന് അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അപ്പോൾ എളുപ്പമെന്ന് പറഞ്ഞാൽ ഈ അമ്മ സ്ഥാപിക്കുമ്പോൾ തന്നെ കോഴിക്കോട് പാർട്ടീസിനൊന്നും അവരവരുടേതായ നാടകവും അങ്ങനെ കോഴിക്കോട്ടേൻ്റെ ഒരു വേണ്ട ഇൻഡിഫറൻ്റ് ആറ്റിറ്റ്യൂഡുണ്ട്. അത് കുതിരോട്ടും പൂനായാലും അവരെല്ലാവരും നമ്മളെ ഇതിൽ അഭിനയിക്കുന്നവരാണ്. അപ്പോൾ പപ്പു ആശാനാണ് അവിടെ മെയിനായിട്ട് അറിയാവുന്നത്. അപ്പോൾ ഞാനവിടെ ചെന്ന് പതുക്കെ പ്ലാനിൽ ഒരമ്മയുടെ നിങ്ങൾ എല്ലാം വേണമെന്ന് ഒന്ന് അങ്ങനെ ഞാൻ അപ്പോഴെന്നെ സഹായിച്ച സുമാരി ചേച്ചിയാണ്. സുമാരി ചേച്ചി എല്ലാവർക്കും ഒരു ബഹുമാനമാണ്. സുമാരി ചേച്ചി വന്നേക്കോ എല്ലാവരും വേണമെന്ന് വന്നപ്പോഴത്തെ അപ്പോൾ സുമാരി ചേച്ചി പറഞ്ഞു ഇതങ്ങനെയല്ല, അപ്പോൾ ഇതാണ് നമ്മളുണ്ട്. അപ്പോൾ KPSC തന്നെ മരിച്ചു പറയാൻ പറ്റില്ല. രാവിലെ 6 മണിക്ക് ഫോൺ വരും. 6 മണി to 7 മണി ഞാൻ എടുക്കും. കാരണം ഇവർ ഷൂട്ടിങ്ങിന് പോകുന്ന കൊല്ലം പരാതി ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടി. ഇയാളൊരു 8:30 മണി 10 മണിക്കൊക്കെ വിളിച്ചത് എന്താണെന്ന് ഞാൻ എടുക്കാൻ പോയില്ല. അയാൾക്ക് എപ്പോഴും കംപ്ലയിൻറ്റാണ്. ഇയാളോട് പോയി കംപ്ലയിൻറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെയാണ് കോൾസ് വരുന്നത്. അപ്പോൾ ഈ ചുമ്മാ എപ്പോഴും തെളിവെടുന്നുണ്ട് ഞാൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സുമാരി ചേച്ചി അത് എക്സ്പ്ലെയിൻ ചെയ്ത് ശരിയാക്കി. അങ്ങനെ ഒറ്റ ചെറിയ ഇൻസിഡൻറ്റ് മാത്രമേ എൻ്റെ ഇതിനകത്തുണ്ടായിട്ടുള്ളൂ. അത് പിന്നെ നടത്തിയില്ല. ചേട്ടാ, ഈ സിനിമയിൽ സ്ഥിരമായ സൗഹൃദങ്ങളും സ്ഥിരമായ ശത്രുതയൊന്നും ഇല്ല. ശത്രുക്കളേ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, പക്ഷെ ഒരുപാട് പാരയും പണിയൊക്കെ ഇതിനകത്തുണ്ടല്ലോ. അതൊക്കെ സിനിമാ ഫീൽഡ് ഒരുപാട് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് ഞാൻ ആരെങ്കിലും പറഞ്ഞത് ചേട്ടൻ്റെ റോള് മറ്റേയാളും ഉണ്ട് അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കാറില്ല. എനിക്ക് കിട്ടാനുള്ള എനിക്ക് കിട്ടുന്നത് എനിക്കറിയാം. ഈ പിന്നെ സിനിമയുടെ സ്വഭാവങ്ങൾ മാറിപ്പോയി മാധവൻ ചേട്ടാ. ഇപ്പം താങ്കളൊരു ഘട്ടത്തിൽ വന്നപ്പോൾ സിനിമയിൽ റോളില്ലാതായി. അതിനൊരു കാരണമായിട്ട് ആൾക്കാർ പറയുന്നത് ന്യൂ ജനറേഷൻ സിനിമകളിൽ പ്രായമായ ആൾക്കാർക്ക് അച്ഛനും അമ്മയും വേണ്ട. സത്യമാണ്. അന്നത്തെ വേറെ കാര്യമുണ്ട്. അന്നത്തെ പോലെ കുടുംബങ്ങളില്ലല്ലോ ഇപ്പോൾ. അമ്മായിയമ്മ പോലെ ഇല്ലല്ലോ ഇപ്പോൾ. അല്ലെങ്കിൽ അച്ഛനും അമ്മയും മുത്തശ്ശി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരിടത്തുമില്ല. അപ്പോൾ ഈ സിനിമയുടെ ഇപ്പോഴത്തെ ഒരു രൂപാന്തരം എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥ സിനിമ. നമ്മുടെ സമൂഹത്തെ റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അത് പിന്നെ പറയാം, സിനിമ എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഒരിക്കലും മരിക്കുന്നൊരു സാധനമല്ല. അത് പല വിധത്തിലും അപ്പപ്പോഴുള്ള സൊസൈറ്റിയുടെ ട്രെൻഡ് അനുസരിച്ച് അത് ആ വിധത്തിൽ പോകും അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ സംഗതി. സിനിമ മരിക്കില്ല. സിനിമയുടെ ക്യാമറയുടെ ടെക്നിക്സ് ചേഞ്ച് ചെയ്യാം,
അതിന് സാങ്കേതികത്വം മാറാം. സമയത്ത് മാറും. ഇപ്പോഴും സിനിമ താങ്കളുടെ മനസ്സിലിങ്ങനെ കത്തി ജ്വലിച്ചിരിക്കുകയാണ്. കത്തി ജ്വലിച്ചൊന്നുമില്ല. സിനിമയിൽ ചാൻസ് കിട്ടിയാൽ ഇനിയും അഭിനയിക്കണം. 101 തരം. അതാണ് താങ്കളുടെ ജീവിതം. തീർച്ചയായിട്ടും അതല്ലേ ചോറ്. ഈ സമയത്ത് മോഹൻ ചേട്ട ഒരുപക്ഷെ ചെയ്യാതെ പോയി അല്ലെങ്കിൽ വീഴ്ച പറ്റി എന്ന് പറയുന്ന ഒരു 2 or 3 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ താങ്കൾ പറയുന്നത് എന്തായിരിക്കും? ഒന്ന്, ഞാൻ പറഞ്ഞോട്ടെ താങ്കൾക്ക് വേണ്ടിയിട്ട്, ഒന്ന്, കുടുംബത്തെ നഷ്ടപ്പെടുത്തിയത് ഒരു തീരാ ദുഃഖമായി താങ്കൾക്ക് തോന്നുന്നു. താങ്കൾ പറഞ്ഞതാണ്, ഞാൻ ഒന്നും കൂടി തിരിച്ച് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 ഈ പറഞ്ഞ പ്രായം വരുമെന്നുള്ളൊരു ചിന്തയിൽ ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് കരുതി വെക്കാൻ മടിച്ചു. 3 മനുഷ്യന് പ്രായമാകുമ്പോൾ ഏകാന്തതയും രോഗാതുരതയും അതിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കാൻ താങ്കൾ തയ്യാറായില്ല. ആബ്സല്യൂട്ട്ലി റൈറ്റ്. 3 കറക്റ്റ് അല്ലേ? ഫുൾ 100 മാർക്സ്. 100 മാർക്സ്. ഇനി ഒരു പക്ഷേ തിരിച്ച് വീണ്ടും വളരെ ആരോഗ്യപൂർണമായി സിനിമയിലേക്ക്, 80 വയസ്സൊന്നും ഇന്നത്തെ കാലത്തൊരു വയസ്സാണെന്ന് പറയാൻ പറ്റില്ല, തിരിച്ചു വരാൻ പറ്റുവാണെങ്കിൽ താങ്കൾ ഈ വീഴ്ചകളൊക്കെ തിരുത്തുമോ? അത് താനെ തിരുത്തപ്പെടും. കാരണം നമ്മൾ ഒരിക്കൽ കുഴിച്ചാടി എന്നും പറഞ്ഞ് പിന്നെയും ചാടാനായിട്ട് നമ്മളായിട്ട് പ്രയത്നിക്കില്ലല്ലോ. ഇല്ല. അപ്പം ഞാൻ വേണമെന്ന് കണ്ടാൽ തന്നെ അത് തിരിച്ചറിഞ്ഞ് മാറി നിൽക്കാനുള്ള അത്രയും ജ്ഞാനമൊന്നും വേണ്ടേ? ആരോടും താങ്കൾക്ക് പരാതിയും പരിഭവവും ഒന്നുമില്ല. പണ്ട് എഴുതുമായിരുന്നു പത്രത്തിൽ. എനിക്കിപ്പോഴും ഉണ്ട്. പരാതിയും പരിഭവം ഇല്ലാത്ത നടൻ. താങ്കൾ ഒന്ന് ചെരിഞ്ഞ് വീണപ്പോൾ താങ്കളെ അന്വേഷിക്കാത്ത മുൻ ഭാര്യയെക്കുറിച്ചോ ഭാര്യ പോട്ടെ, നമ്മുടെ ബന്ധുക്കൾ, അതൊക്കെ മക്കളെ കുറിച്ചോ ഒരു പരിഭവമില്ല, പരാതിയില്ല, ഒന്നുമില്ല. ഒരുപക്ഷെ താങ്കളാണ് അവരോട് തെറ്റ് ചെയ്തതെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിലാണ് താങ്കൾ ജീവിക്കുന്നത്. അതല്ല, അങ്ങനല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അപ്പോഴത്തെ എൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ എടുത്തു. അത് തെറ്റാണ്. ഇനി തെറ്റ് തിരുത്തെന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോയി കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു ചെറിയൊരു ദുരഭിമാനി മനസ്സിൽ കടപ്പുണ്ട് എപ്പോഴും. അഭിമാനിയാണ്. എന്തായാലും മാധവൻ ചേട്ടാ, ഇത്രയും നേരം ഒരുപക്ഷെ നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. ഇനി ഒരുപാട് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാ ഷോയ്ക്കും അതിൻ്റെതായ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് താങ്കളെ ഈ ആരോഗ്യവാനായ മാധവൻ ചേട്ടനെ ഇനിയും കുറേയും കൂടി ആരോഗ്യവാനായിട്ട് ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് കൈക്കുമ്പിളിൽ ഒരുപാട് സിനിമകളുമായിട്ട് താങ്കളെ വീണ്ടും JB ജംഗ്ഷനിൽ ഈ സോഫയിൽ ഇരുത്തി സംസാരിപ്പിക്കണമെന്ന് എൻ്റെ ഒരു മോഹമാണ്, ആഗ്രഹമാണ്. അതിലേക്ക് ഒരുപക്ഷെ നമ്മളെല്ലാം പ്രേക്ഷകരോടൊപ്പം കണ്ണുനട്ടിയിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഭാവങ്ങളും താങ്കൾക്ക് നേരുന്നു. മുത്താസിനോട് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെയൊന്നും വന്നിരിക്കാൻ കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. കാരണം എത്രയോ കാലമായിട്ട് നമ്മളറിയാം. കൈരളി തുടങ്ങുമ്പോൾ തൊട്ട് കൈയും ഞാനും. എന്തായാലും വളരെ വളരെ സന്തോഷം മാധവേട്ട. ഓക്കെ, താങ്ക് യു.